തിരുവനന്തപുരം വിതുരയിൽ നിന്ന് പൊന്മുടി പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. ഈ റോഡ് ഇവിടെ നിന്ന് പോലെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇരുവശങ്ങളിലും ഈ കാണുന്ന പോലെ ഹോം സ്റ്റേസും അതുപോലെ തന്നെ റിസോർട്ടുകളും കാണാൻ സാധിക്കും. ഇവിടെ ഒരു ദേവാസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞ ഉടൻ ഈ കാണുന്ന വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു 1.5 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. നിങ്ങൾക്ക് റിസോർട്ടിനോ ഫാം ഹൗസിനോ ഒക്കെ പറ്റിയ ലൊക്കേഷനാണ്. നല്ലൊരു ബഡ്ജറ്റിന്, അതായത് വളരെ ചെറിയ ബഡ്ജറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വിതുര സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വിതുര KSRT സ്റ്റാൻഡ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരാം. ആനപ്പാറ കഴിഞ്ഞിട്ട് 26-ാം കല്ലെന്നാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് ഈ ഒരു ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവാസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നിലവിൽ നമുക്ക് ആനപ്പാറയിൽ അവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് ചുറ്റിയാണ് വരേണ്ടി വരിക. അല്ലാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRT സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും ഏകദേശം 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ഈ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു വഴിയുള്ളത്. ഇതിങ്ങനെ കറങ്ങി വന്ന് ഈ കാണുന്നതും ഇവിടെ കാണുന്ന ഈ കോഴിപ്പുരയും അപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു കോഴിപ്പുരയും അതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉള്ളിലാണ് വരുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 1.5 ഏക്കർ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അവിടെ ഒരു അതിര് കാണുന്നതുണ്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് നമുക്ക് കാടാണ്. അപ്പോൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള റിസോർട്ടുകളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് കാടിനകത്തൂടെ ഏകദേശം 100 മീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ കല്ലാറിൽ നമുക്ക് പോയി കുളിക്കാവുന്ന രീതിയിൽ സൗകര്യം കിട്ടും. എങ്ങനെ വെച്ചാൽ നമുക്കിവിടെ ടൂറിസ്റ്റുകളെയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കല്ലാറിൽ ചെന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ഉള്ളൊരു സെറ്റപ്പ് നമുക്കിവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനൊക്കെയുള്ള പ്രൊവിഷൻസ് നമുക്കിതിനകത്തുണ്ട്. കുറച്ച് പോണ്ടുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നോക്കിയേ, അവിടെ ചെറിയൊരു കുളമൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് 1.5 ഏക്കർ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഇനി അതല്ല, നമുക്ക് ഈ കാണുന്ന പോലെ ഇപ്പോൾ ഈ കാണുന്ന ഒരു കോഴി ഷെഡ്, നമുക്ക് ഇതുപോലത്തെ 2 ഷെഡുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലവിൽ ഇപ്പം വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാം ടൂറിസം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫാം പർപ്പസിൽ ലൈഫ് സ്റ്റോക്ക് ഫാമോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും എടുക്കാവുന്നതാണ്. റിസോർട്ടിനോ ഫാം പർപ്പസിനോ ഏത് രീതിയിലും പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 65,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.